അസ്സലാമു കൂട്ടുകാരെ, ഇന്ന് 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം നോക്കാം. യാ ഹയ്യു യാ കയ്യും എന്ന പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ തദ്രീബാത്ത് അർത്ഥം പഠിക്കുക, അത് നോക്കി പഠിക്കണം. രണ്ടാമത്തെ നക്തുബുൽ മുനവ്വറ സംഭാഷണം. ഇമാമുൽ അഅ്ദം അബൂ ഹനീഫയും നിരീശ്വരവാദിയും തമ്മിലുള്ള സംഭാഷണം നോക്കാം. നിരീശ്വരവാദി: നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ: ഇല്ല. നിരീശ്വരവാദി: കേട്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ: ഇല്ല. നിരീശ്വരവാദി: തൊട്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ: ഇല്ല. നിരീശ്വരവാദി: കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഇമാം അബൂ ഹനീഫ: നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദി: ഇല്ല. ഇമാം അബൂ ഹനീഫ: കേട്ടിട്ടുണ്ടോ? നിരീശ്വരവാദി: ഇല്ല. ഇമാം അബൂ ഹനീഫ: തൊട്ടിട്ടുണ്ടോ? നിരീശ്വരവാദി: ഇല്ല. ഇമാം അബൂ ഹനീഫ: നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ? കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിരീശ്വരവാദി ഇളംബനായി. 3 നുജീബ് ക്വസ്റ്റ്യൻ ഉത്തരം നോക്കാം. നമുക്ക് റൂഹ് ഉണ്ട്, നാം അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ? ചലനത്തിലൂടെ. 2 കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാരണങ്ങളുണ്ട്. 3 എഴുതാം. കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാരണങ്ങളുണ്ട്. 3 എഴുതാം. 3 എന്താണ് 3? ബുദ്ധി, റൂഹ്, ഓക്സിജൻ. ബുദ്ധി കാണത്തില്ല, റൂഹിനെ കാണത്തില്ല, ഓക്സിജനെ കാണത്തില്ല. 3 ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് ആര്? അല്ലാഹു തആല ഉണ്ടെന്ന് എന്നതിന് എന്താണ് തെളിവ്? അല്ലാഹു തആല ഉണ്ട് എന്നതിന് തെളിവ് നമുക്ക് നോക്കിയാലോ. ഈ ലോകം അതിൻ്റെ സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാണ്. ഈ ലോകം അതിൻ്റെ സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാണ്. 5ാമത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ഉത്തരം നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈമാൻ എന്നാൽ എന്ത്? ഈമാൻ എന്നാൽ എന്ത്? ഈമാൻ എന്നാൽ എന്തെന്ന് നമുക്ക് നോക്കിയാലോ. ഈമാൻ എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി എല്ലാ കാരണങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാരണങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. നമുക്ക് ഇത് നോക്കിയാൽ 6ാമത്തെ ക്വസ്റ്റ്യൻ. മുഅ്മിൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ എല്ലാ കാരണങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അത് മനസ്സിലുറപ്പിച്ച് നാം കൊണ്ട് വ്യക്തമാക്കുന്നതാണ് മുഅ്മിൻ.